ഓ ദൈവമേ കാത്തുകൊള്ളുന്നു, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാദിക്കോരാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണു പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിലസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടി ഉള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദവും, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറൽ ഓതും മൊഴിയും ഓർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം. പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ, ദീനാവനപരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ. ജയിക്കുക ആഴമേറും നിൻ മഹസ്സ. ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യവും. വാഴണം വാഴണം സുഖം. ഓം തത്സത്. പരമാചാര്യ ശ്രീനാരായണ ദേശിക ചരണാരവിന്ദാഭ്യാം നമഃ. ലോകത്തെ ആധ്യാത്മികതയിലേക്ക് ഓർമ്മപ്പെടുത്തലാണ് അവതാര ലക്ഷ്യമായിട്ടുള്ളത്. വിശ്വഗുരുക്കളും അസാമാന്യ ലോകരക്ഷിതാക്കളുമായിട്ടുള്ള ശ്രീരാമനും ശ്രീകൃഷ്ണനും അവതാരമെടുത്ത് ലീലയാടി ലോകത്തെ രക്ഷിച്ചിരിക്കുന്ന കാര്യം നമുക്കേവർക്കും അറിയത്തക്കതാണ്. രാമാവതാരം രാവണ നിഗ്രഹമെങ്കിൽ കൃഷ്ണാവതാരം കംസ നിഗ്രഹമായിരുന്നു. ഇതായിരുന്നു അവർ നിർവഹിച്ച പരമകർത്തവ്യം. രാവണനും കംസനും അഹങ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ അഹങ്കാരനാശമാണ് പരമലക്ഷ്യമാക്കി വരച്ചു കാണിച്ചിരിക്കുന്നതെന്ന് കാണാം. ഈ പരമലക്ഷ്യമായിരിക്കുന്ന അഹങ്കാരനാശമാണ് തൻ്റെ ജന്മോദ്ദേശമെന്ന് മറന്നവരാണ് ജന്തുക്കളുടെ തലത്തിലേക്ക് അധപ്പതിച്ച് നാൾക്കുനാൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ വീണ്ടും ഓർമ്മിപ്പിക്കാനും ധർമ്മമാർഗത്തിൽ കൊണ്ടുവന്ന് വഴി നടത്തി മുക്തരാക്കാനും വേണ്ടിയാണ് അവതാരങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്രകാരം ലോക രക്ഷിതാക്കളായി ഒട്ടനവധി മഹത്തുക്കൾ ആവിർഭവിച്ചതിൽ ഒരു അപൂർവ ഈശ്വര അവതാരമെന്നേ വേദപടുക്കൾക്ക് ശ്രീനാരായണ ഗുരുദേവനെ മതിക്കാൻ കഴിയൂ. അതുപോലെ സാധാരണക്കാരൻ്റെ പ്രത്യക്ഷ ഈശ്വരനും ഗുരുദേവൻ തന്നെ. അസമത്വങ്ങളും അനാചാരങ്ങളും കൊടുമ്പിരിക്കൊണ്ട് നടമാടിയിരുന്ന കാലഘട്ടത്തിൽ രക്ഷകനായി നവോത്ഥാന നായകനായി സാക്ഷാൽ ശ്രീമൻ നാരായണൻ തന്നെ ശരീരമെടുത്ത് അവതരിച്ചു എന്ന് പറയുന്നതിൽ അനൗചിത്യമുണ്ടെന്ന് പറയാൻ കഴിയില്ല.
തൻ്റെ തപോബലം അതിൻ്റെ ഭീമഭാഗവും അശരണർക്കും പീഡിതർക്കും കരുണാപുരസ്സരം നൽകി. മാത്രമല്ല, തൻ്റെ യോഗബലത്താൽ മുക്തിദാഹികൾക്ക് സംസ്കൃത ഭാഷയിൽ ആവിർഭവിച്ചിരുന്ന വേദങ്ങളെയും ഉപനിഷത്തുക്കളെയും തൻ്റേതായ ശൈലിയിൽ പച്ച മലയാള ഭാഷയിൽ പകർന്നു നൽകി. പരിപൂർണ ഈശ്വരനിലയിൽ തന്നെ ഏറെക്കാലം വിരാജിച്ചരുളിയ ഗുരുദേവന് കോടാനുകോടി പ്രണാമം. ഇവിടെ ദൈവദശകത്തിലെ ആദ്യത്തെ 2 പദ്യങ്ങൾക്ക് ജ്ഞാനാർത്ഥം പ്രകാശിപ്പിക്കാൻ സദ്ഗുരു കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. ശിവഗിരി ശിരസിൽ യോഗ സമാധി കൊള്ളും പരമാചാര്യ ശ്രീ നാരായണ ഗുരോ, അറിവില്ലാതടിയങ്ങൾ ചെയ്ത പരാധമെല്ലാം കൃപയോട് പൊറുത്തിടാൻ കനിവുണ്ടാകണമേ, കൃപയോട് പൊറുത്തിടാൻ കനിവുണ്ടാകണമേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ദൈവദശകത്തിലെ ആദ്യത്തെ ശ്ലോകം. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാപ്തിക്കോരാവിവൻ തോണി നിൻ പദം. അല്ലയോ ദൈവമേ, ഞങ്ങളെ കൈവിടാതെ കാത്തുകൊള്ളണമേ. ഭവസാഗരം താണ്ടുന്നതിന് അങ്ങ് കപ്പിത്താനായി ഇരുന്ന് മുന്നോട്ട് നയിക്കുന്ന ആവിവൻ തോണിയാകുന്ന നിൻ്റെ ശ്രീപദത്തിൽ ചേർത്ത് ഞങ്ങളെ എല്ലാം കാത്തു രക്ഷിക്കണമേ, കാത്തു രക്ഷിക്കുമാറാകണമേ ദൈവമേ. ഈ ശ്ലോകത്തെ ഒരു പ്രാർത്ഥനാഗീതമായി എടുത്താൽ പറയാവുന്ന അർത്ഥമാണ് ഇവിടെ കാണിച്ചത്. എന്നാൽ ഇതിൻ്റെ ജ്ഞാനാർത്ഥം ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ഏവർക്കും അറിയാം, അച്ഛൻ്റെ കൈപിടിച്ച് മകൻ നടക്കുന്നതും അച്ഛൻ മകൻ്റെ കൈപിടിച്ച് മകനെ നടത്തിക്കുന്നതും. നോക്കൂ, ഇതിൽ അച്ഛൻ്റെ കൈപിടിച്ച് മകൻ നടക്കുന്ന പക്ഷം വീഴാൻ സാധ്യതയേറെയാണ്. എന്നാൽ അച്ഛൻ മകൻ്റെ കൈപിടിച്ച് നടത്തിക്കുന്നതിൽ ഒരു വീഴ്ചയും കാണാൻ സാധിക്കയില്ല. ഇതുപോലെ ജീവൻ ഒരിക്കലും താണ്ടാൻ സാധിക്കാത്ത കാര്യമായാണ് ജനനമരണ സംസാര ദുഃഖക്കടലുള്ളത്. ഈ ഭവസാഗരത്തെ ഗുരുവിൻ്റെ അഥവാ ഈശ്വരൻ്റെ സഹായമില്ലാതെ ഒരുവർക്കും താണ്ടാൻ കഴിയില്ല എന്നതാണ് പരമാർത്ഥം. അതുകൊണ്ട് തൻ്റെ മൂഢതയിൽ കുരുത്ത അഹങ്കാരത്തിലിരുന്ന് സംസാര ദുഃഖം തീർത്ത് കളയാമെന്ന് ആരെങ്കിലും കരുതുന്നു എങ്കിൽ അത് അർത്ഥശൂന്യമെന്ന് പറഞ്ഞിരിക്കുന്നതാകുന്നു. ജീവൻ ഞാൻ ദേഹമെന്ന അജ്ഞാനത്തിലിരുന്ന് കരകയറാൻ ശ്രുതിസമ്മതമായി ശ്രവണ മനന നിധിധ്യാസനങ്ങൾ ചെയ്ത് 9 ലക്ഷ്യമായി വന്നാൽ ഈശ്വരൻ കൈപിടിച്ച് നടത്തുന്ന രൂപത്തിലേക്ക് ജീവനായിത്തീരും. അനന്തജന്മങ്ങളിൽ ചെയ്ത നിഷ്കാമകർമ്മത്താൽ ചിത്തശുദ്ധി അടഞ്ഞ് സാധന ചതുഷ്ടയങ്ങൾ കൈകൂടി സദ്ഗുരു ലാഭമുണ്ടായി ശ്രവണമനന നിധിധ്യാസനദ്വാര ജീവൻ മുക്തി കൈവന്നാൽ ഈശ്വരൻ കൈപിടിച്ച് ജീവനെ ബ്രഹ്മത്തിലേക്ക് കൊണ്ടുപോകും. അമ്മയെ കാണാൻ കഴിഞ്ഞാൽ അമ്മ അച്ഛനെ കാട്ടിത്തരുമെന്നാണ് പ്രമാണം. ശുഭേച്ഛ വിചാരണ തനുമാനസി ഇവകളാണ് അഭ്യാസഭൂമികൾ. ഈ പറയപ്പെട്ട 3 ഭൂമികളുടെ അഭ്യാസബലത്താൽ സത്വാപത്തി എന്ന 4ാം ഭൂമിയിൽ ജീവൻ പ്രവേശിക്കും. ഈ 4ാം ഭൂമിയാണ് അനുഭവ ഭൂമി. ഈ ഭൂമിയിൽ വന്നവരെയാണ് ജീവൻ മുക്തന്മാർ എന്ന് വേദം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അജ്ഞാനം നീങ്ങി ഒരാൾ ജ്ഞാനവാനാകും. അതോടെ സഞ്ചിതാഗാമിക പ്രാരബ്ധ കർമ്മങ്ങളിൽ സഞ്ചിത കർമ്മത്തെ ജ്ഞാനാഗ്നി ഭസ്മമാക്കി തീർക്കും. അറിയാമല്ലോ, ഈ 3 കർമ്മങ്ങളാണ് രൂപം ധരിച്ച് സ്ഥൂല ശരീരമായും സൂക്ഷ്മ ശരീരമായും കാരണശരീരമായി ഇരിക്കുന്നത്. ജ്ഞാനാഗ്നിയാൽ സഞ്ചിത വിനകളെല്ലാം വെന്ത് ചാമ്പലാകും. കാരണശരീരം സുഷുപ്ത്യാവസ്ഥ എന്നൊക്കെ പറയുന്നത് ഈ സഞ്ചിത കർമ്മത്തിനെയാണ്. പ്രാരബ്ധ കർമ്മം സ്ഥൂല ശരീരവും ജാഗ്രത അവസ്ഥയും, അതുപോലെ ആഗാമിക കർമ്മം സൂക്ഷ്മ ശരീരവും സ്വപ്നാവസ്ഥയും. ഈ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളാണ് 3 കർമ്മങ്ങളായിരിക്കുന്നത്. ഈ 3 കർമ്മങ്ങളുടെയും അറുതിയാണ് പരമമായ വിദേഹമുക്തിയായി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ജീവൻ മുക്തി ഫലവും വിദേഹമുക്തി അവാന്തര ഫലവുമാണ്. ഈ 3 കർമ്മങ്ങളെയും നമ്മുടെ ശ്രീരാമാനന്ദാശ്രമ ഗുരുക്കന്മാർ ഉദാഹരണ സഹിതമാക്കി പ്രസ്താവിച്ചിട്ടുണ്ട്. വയലേല പത്തായം അടുക്കള. ഇവിടെ വച്ചുണ്ണൽ തീരണമെങ്കിൽ നെൽകൃഷി ആദ്യം നിർത്തണം. പിന്നെ പത്തായത്തിൽ അവശേഷിക്കുന്ന നെല്ലെടുത്ത് അടുക്കളയിൽ പാകം ചെയ്തുണ്ണാം, പത്തായം ഒഴിയുന്നത് വരെ.
ഇവിടെ വച്ചുണ്ണൽ സ്ഥലം അടുക്കള, നെല്ല് നിറയ്ക്കുന്ന സ്ഥലം പത്തായം, കൃഷി ചെയ്യുന്ന സ്ഥലം വയലേല. കൃഷി ചെയ്യൽ നിർത്തുന്നതുവരെ പത്തായത്തിൽ നെല്ല് വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കും. അതെടുത്ത് അടുക്കളയിൽ വച്ചുണ്ണൽ ഇടതടവില്ലാതെ നടന്നുകൊണ്ടു ഇരിക്കും. കൃഷി ചെയ്യൽ നിർത്തിയാൽ പത്തായത്തിലെ നെല്ല് വരാതാകും. പിന്നെ വച്ചുണ്ണൽ പത്തായം കാലിയാകുന്നത് വരെ മാത്രം. ഇതിനെ ചിന്തിച്ചു നോക്കുക. ഇതിൻ്റെ ലക്ഷ്യാർത്ഥത്തെ വേണോ എടുക്കാൻ? വാച്യാർത്ഥം അനർത്ഥകരമാണ്, ക്ഷമിക്കുക. അല്പം കൂടി വിശദമാക്കാം. ഈശ്വര ദർശനമുണ്ടായാൽ, അതായത് ആത്മസാക്ഷാത്കാരം വന്നാൽ, ജീവൻ മുക്തനായി ബ്രഹ്മാനന്ദത്തിലിരുന്ന് ശിഷ്ടപ്രാരബ്ധം പുനരാവൃത്തി രഹിതമാക്കി അനുഭവിച്ച് വിദേഹമുക്തനാകാം. ഇതാണ് പരമാവധി. അടുത്ത പദ്യത്തിൽ 9 ലക്ഷ്യമായ കൂടസ്ഥനെ അഥവാ പരമാത്മാവിനെ, ഈശ്വരനെ അറിയിക്കുന്നു.